സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് 8 റൗണ്ട് ഓഫ് 16 അവസാനത്തെ മാച്ചാണ് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കൊളംബിയ കഴിഞ്ഞിരിക്കുകയാണ്. 120 മിനിറ്റിലും 0-0. അത് കഴിഞ്ഞ് ഷൂട്ടൗട്ടിൽ 4-3 എന്ന സ്കോറിൽ സ്വിറ്റ്സർലാൻഡ് ജയിച്ചിരിക്കുകയാണ്. 1954 ശേഷം സ്വിറ്റ്സർലാൻഡ് ആദ്യമായിട്ട് ക്വാർട്ടർ ഫൈനൽസിൽ കയറിയിരിക്കുകയാണ്. അർജൻറ്റീനയാണ് സ്വിറ്റ്സർലാൻഡ് എതിരാളികൾ. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി കളിയായിരുന്നു, ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ ഗോൾ എന്നുള്ളതിലല്ല, ഡിഫെൻസീവ് പരമായിട്ട് നല്ല പോലെ രണ്ട് ടീം നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. 18ാമത്തെ മിനിറ്റിൽ ആണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫസ്റ്റ് ഡേഞ്ചറസ് അറ്റാക്കായിട്ട് ഒരു മുന്നോട്ട് പോയത്. അത് എന്താ പറയുക, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ക്വിക്കായിട്ടുള്ള പാസിങ്ങിലൂടെയാണ് മുന്നോട്ട് പോയതും. അത് പക്ഷേ കൊളംബിയ റിക്കവർ ആയിരുന്നു. അത് കഴിഞ്ഞ് 36ാമത്തെ മിനിറ്റിൽ കൊളംബിയ മിഡ്ഫീൽഡ് ഒരു നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കുറച്ച് ചാൻസസ് ഉണ്ടാക്കിയായിരുന്നെങ്കിലും ഫൈനൽ തേർഡിലുള്ള ഒരു ഫിനിഷിംഗ് പോരായ്മ തന്നെ ഉണ്ടായിരുന്നു കൊളംബിയക്ക് നല്ല പോലെ. പിന്നെ 52ാമത്തെ മിനിറ്റ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഗോൾ കീപ്പർ ഒരു കിടക്കാച്ച് സേവ് ചെയ്തായിരുന്നു, ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട് സേവ് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 70-80 മിനിറ്റിലൊക്കെ സ്വിറ്റ്സർലാൻഡ് കുറച്ചുകൂടെ എന്താ പറയുക, പൊസിഷൻ കൺട്രോൾ ചെയ്യുകയും കൊളംബിയൻ ഡിഫൻഡേഴ്സിനെ സ്ട്രെച്ച് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു നല്ല പോലെ. 89ാമത്തെ മിനിറ്റിൽ കൊളംബിയക്ക് ജയിക്കാൻ പറ്റും പോലത്തെ ഒരു ചാൻസ് ഉണ്ടാക്കി ഏതാണ്ട് ജയിച്ചതെന്നെ വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു ചെറിയ മാർജിനിൽ ടാർഗറ്റ് മിസ്സായി പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ ടൈമിലോട്ട് കളി തുടങ്ങി. പിന്നെ എന്താ പറയുക, 107ാമത്തെ മിനിറ്റിലായപ്പോഴത്തേക്ക് സ്വിറ്റ്സർലാൻഡ് ഒരു എന്താ പറയുക ക്രൂഷ്യലായിട്ടൊരു ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തിയായിരുന്നു. 118ാമത്തെ മിനിറ്റിലൊരു 18ാമത്തെ മിനിറ്റിലൊരു കൊളംബിയ ഒരു സെറ്റ് പീസിലൂടെ നോക്കിയെങ്കിലും അതും തടുത്ത് സ്വിറ്റ്സർലാൻഡ് പെനാൽറ്റിയിലോട്ട് കൊണ്ടുപോയി കളി. പെനാൽറ്റിയിൽ ആദ്യത്തെ 3 പെനാൽറ്റിയും 2 ടീമും സ്കോർ ചെയ്തപ്പോൾ 4ാമത്തെ പെനാൽറ്റി 2 പേരും മിസ് ചെയ്തു. 5ാമത്തെ പെനാൽറ്റി കൊളംബിയ മിസ് ചെയ്തപ്പം റൂബൻ വർഗസ് 5ാമത്തെ പെനാൽറ്റി അടിച്ച് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ആഘോഷ പ്രകടനം അതോടുകൂടി മുന്നോട്ട് പോയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ എന്താ പറയുക, സ്വിറ്റ്സർലാൻഡ് ആക്ച്വലി നല്ല ഡിഫൻസീവ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഫോക്കസ് നല്ലപോലെ ചെയ്ത് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. അടിപൊളി ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ കളി കൊണ്ടുപോകും 120 മിനിറ്റ് കൊണ്ടുപോകും ഫുള്ള് കളിച്ചിരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയോടെ പേഷ്യൻ്റ് ബിൽഡപ്പാണ് ചെയ്തത്. ഈ എസ്പെഷ്യലി ഫുൾ ബാക്സ് ഭയങ്കര സെലക്റ്റീവായിട്ടാണ് അഡ്വാൻസ് ചെയ്തത് തന്നെ. അത് തന്നെ ഒരു ലൈക്ക് ആ ഒരു പോയിട്ട് ആ ട്രാൻസിഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഇല്ല. ട്രാൻസിഷൻ ആയാലും ഓൾറെഡി ട്രാൻസിഷൻ ആയ പോലത്തെ ഒരു മോഡിലുള്ള അടിപൊളി കളിയായിരുന്നു, ഒന്നും പറയില്ല. സ്വിറ്റ്സർലാൻഡ് ശരിക്കും അർഹിച്ച പോലത്തെ ഒരു വിജയം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണുമ്പോഴേക്കും ബൈ.